നമസ്കാരം. കേരളത്തിലെ രണ്ട് വിവാദ വ്യവസായികൾ, അവർ പല കേസുകളിലും പെട്ടിട്ടുള്ള ആൾക്കാരാണ്. എൻഫോഴ്സ്മെന്റ് കേസിൽ പെട്ടിട്ടുണ്ട്, ധാരാളം തട്ടിപ്പ് കേസിൽ പെട്ടിട്ടുണ്ട്. അതിലൊരാൾ നമുക്കറിയാം, മലബാർ സിമെന്റുമായി ബന്ധപ്പെട്ട ചാക്കു കച്ചവടത്തിലൂടെ വളർന്ന ആളാണ്. ഒരു അച്ഛനെയും രണ്ട് മക്കളെയും കൊന്നു എന്നുള്ള പേരിൽ കൊലപാതക കേസിൽ പ്രതിയാണ്. അതേപോലെ വ്യാപകമായ രൂപത്തിൽ വിജിലൻസ് കേസിൽ പ്രതിയാണ്. മലബാർ സിമെന്റുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകളുടെ നമ്മളൊക്കെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. 5 പൈസ ഗതിയില്ലായിരുന്ന ഇദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കള്ളപ്പണം സൂക്ഷിക്കുന്ന വിവാദ വ്യവസായി ആണ് അദ്ദേഹം. ഇടതുപക്ഷം വന്നാലും ഭരണപക്ഷം വന്നാലും രണ്ട് പക്ഷത്തും ഈ രാഷ്ട്രീയ ഈ ബിസിനസ്സുകാരന് എല്ലാത്തരം കച്ചവടവുമുണ്ട്, അവരെ ധാരണയുമുണ്ട്. അവരുടെ കള്ളപ്പണ നിക്ഷേപം സൂക്ഷിക്കുകയും പല വ്യവസായങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ്. വൻകിട ഹോട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഒരു ജഡ്ജിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, തൻ്റെ സ്വന്തം കാറിൽ കൊണ്ടുപോയി മലമ്പുഴ ഡാമെല്ലാം കാണിക്കാൻ കൊണ്ടുപോയി. അദ്ദേഹത്തിന് കേരളത്തിലെ ബിസിനസ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായിട്ട് അടുത്ത ബന്ധമാണ്, പിണറായി വിജയനായിട്ട് അടുത്ത ബന്ധമാണ്. പിണറായി വിജയന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ലാവ്ലിംഗ് കേസ് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ കുഞ്ഞാലിക്കുട്ടി മുമ്പ് ഐസ്ക്രീം പാർലർ പെൺവാണിപ്പ് കേസ് വന്നപ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യവസായി ആണ്. അങ്ങനെയുള്ള വിവാദ വ്യവസായി അദ്ദേഹം ഒരു ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജിനെയും കൊണ്ട് അടുത്ത കാലത്ത് തൻ്റെ സ്വകാര്യ സ്ഥലങ്ങളിൽ പല കാര്യങ്ങൾക്കും കൊണ്ടുപോകുകയുണ്ടായി. എന്തിനാണ് ആ വിവാദ വ്യവസായി ജഡ്ജിനെ കൊണ്ടുപോയത്, ഹൈക്കോടതി ജഡ്ജിനെ കൊണ്ടുപോയത്? ഞെട്ടിക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ പല ബിസിനസ്സുകാരും നടത്തുന്ന ജുഡീഷ്യറിയെയും അതേപോലെ പോലീസിനെയും കയ്യിലെടുത്ത് അമ്മാനമാടുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന അറിയാം. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പിണറായി വിജയനെ കയ്യിലെടുത്താൽ പിന്നെ ഇവിടെ എന്തു വേണം തെമ്മാടിത്തരം കാണിക്കാം. അതേസമയത്ത് വലതുപക്ഷം വരുമ്പോൾ, UDF വരുമ്പോൾ അതിൽ ഉൾപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഏത് തരം വൃത്തികേടും കാണിക്കാം എന്നുള്ള അഹംഭാവമാണ് ഇവർക്കുള്ളത്. അതേപോലെയാണ് ജുഡീഷ്യറിയും കൂടെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് തട്ടിപ്പ് കേസുകളും പിന്നെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ധാരണയാണുള്ളത്. ഇതേപോലെ മറ്റൊരു വ്യവസായിയാണ്, അത് പാലക്കാടുള്ള ഒരു വ്യവസായിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ കൊടുങ്ങല്ലൂർ ബേസിലുള്ള മറ്റൊരു വ്യവസായി ഉണ്ട്. കാർ ബിസിനസ്സാണ് പ്രധാനം. അതേപോലെ ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നുണ്ട്. മെക്ക ബേസ് ചെയ്ത്, സൗദി അറേബ്യ ബേസ് ചെയ്ത് അദ്ദേഹം ധാരാളം ആളുകളെ ഇവിടെ കടത്തിക്കൊണ്ടുപോയുള്ള കേസുകളുണ്ട്. എൻഫോഴ്സ്മെന്റ് കേസ് അദ്ദേഹത്തിനെതിരെ നോട്ടിഫിക്കേഷനുണ്ട്. അദ്ദേഹം നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് നേരത്തെ ക്രൈം വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ അടുത്ത ദിവസം അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെല്ലാം വലിയ മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കള്ളപ്പണം വൈറ്റാക്കിയതിൻ്റെ കള്ളക്കേസുണ്ട്. അങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് കേസ് അടക്കമുള്ള ഒരു ബിസിനസ്സുകാരൻ ഈ അടുത്ത കാലത്ത് ഒരു ഹൈക്കോടതി ജഡ്ജിയെയും അതേപോലെ ഒരു DGPയെയും തൻ്റെ പരിപാടികൾ ക്ഷണിച്ചു കൊണ്ടുപോയിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി വിരുന്ന് കൊടുത്തിരുന്നു. അവരെയെല്ലാം വിശ്വസിപ്പിച്ച് ചതിച്ച് തൻ്റെ കാര്യലാഭങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രം. ഇവർ വരുമ്പോൾ കൂടെ നിന്നുള്ള ധാരാളം ഫോട്ടോ എടുക്കും. എന്നിട്ട് അതെല്ലാം തന്നെ കാണിച്ച് ഞാൻ ഇവരുമായിട്ട് അടുത്ത ബന്ധമാണ്, എന്നിട്ട് വലിയ തട്ടിപ്പുകൾ നടത്തും. ഇത്തരം വലിയ തട്ടിപ്പുകൾ നടത്തി 5 പൈസ ഗതിയില്ലായിരുന്ന അദ്ദേഹം ഇപ്പോൾ കോടീശ്വരനാണ്. വിദേശത്തും ഇവിടെയുമായി ഒരു വലിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ തവണ നമ്മുടെ P ശശിയെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ട പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള ഈ ബിസിനസ്സുകാരൻ, കൊടുങ്ങല്ലൂർക്കാരൻ, ഇപ്പോൾ അവിടെ നിന്ന് ജയിച്ച ജനീഷ് എന്ന മന്ത്രിയെയും അതേപോലെ നമ്മുടെ തുളസി എന്ന് പറയുന്ന മന്ത്രിയെയും തൻ്റെ പരിപാടികൾ പങ്കെടുപ്പിച്ചു. എന്തിന്? സംസ്ഥാനത്തെ ആത്മീയ നേതാവായ മുസ്ലിം ലീഗിന്റെ ആത്മീയ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില ചടങ്ങുകൾ നടത്തി. അങ്ങനെ ഭരിക്കുമ്പോൾ ആരാണോ ഭരിക്കുന്നത് അവരെ കയ്യിലെടുക്കുക, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കള്ള കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുക. ഇപ്പോൾ ജുഡീഷ്യറിയിലുള്ള ഏറ്റവും പ്രമുഖനായ ഒരു ജഡ്ജിയെ തന്നെ ഇദ്ദേഹം ഈ അടുത്ത ദിവസം തൻ്റെ പരിപാടിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരാണ് ആ ജഡ്ജി? ആരാണ് ആ DGP? ആരാണ് ആ ആത്മീയ നേതാവ്? നിങ്ങൾക്കറിയണ്ടേ? ഇതിനെക്കുറിച്ച് വളരെ സവിസ്തരമായ ഒരു പരമ്പരയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. 2 വിവാദ വ്യവസായികളും അതേപോലെ രാഷ്ട്രീയ നേതാവും രാഷ്ട്രീയ മന്ത്രിമാരും അതേപോലെ തന്നെ ജഡ്ജിയും DGPയും
DGP വളരെ കർക്കശനായ നല്ലൊരു DGP ആണെങ്കിലും ഇദ്ദേഹം തട്ടിപ്പുകാരനാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ രേഖകളൊന്നും കാണാതെയാണ് ജഡ്ജി വന്ന സ്ഥലത്ത് തനിക്ക് വന്നാൽ എന്ത് എന്നുള്ളതാണ്. ഇതേപോലെ ജഡ്ജി കാണുന്നത് മറ്റുള്ള പ്രമുഖരായ ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വന്നാൽ എന്ത് എന്നാണ്. ഇങ്ങനെ ജഡ്ജിമാരെയും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെയും തൻ്റെ താല്പര്യങ്ങൾക്ക് കൊണ്ടുവന്ന് പിന്നീട് തൻ്റെ തട്ടിപ്പുകൾക്ക് ഉപയോഗപ്പെടുത്തും. അവരെ ഫോട്ടോ ഒക്കെ കാണിച്ച് എനിക്ക് വലിയ ബന്ധമാണെന്ന് കാണിക്കുന്ന തട്ടിപ്പാണ് അവർ നടത്തുന്നത്. അങ്ങനെ 2 വിവാദ വ്യവസായികൾ ജഡ്ജിമാരെയും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തി നടത്തുന്ന തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ ഒരു പരമ്പര ആരംഭിക്കാൻ പോവുകയാണ്. ആരാണ്, ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ആരാണ് ആ ഹൈക്കോടതി ജഡ്ജ്, ആരാണ് ആ DGP, ആരാണ് ആ രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, എല്ലാം നമുക്ക് വിശദമായി അടുത്ത എപ്പിസോഡിൽ മുതൽ നമുക്ക് കാണാം. നാളെ ഇതേ സമയത്ത് അടുത്ത എപ്പിസോഡ് കാണുക. ആ ബിസിനസ്സുകാർ ആരാണ്, അതേപോലെ ജഡ്ജി ആരാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നാളെ മുതൽ വ്യക്തമാവുന്നതാണ്. അവർ നടത്തിയ തട്ടിപ്പുകൾ എന്തെല്ലാമാണ്, ഏതൊക്കെ കൊലപാതക കേസിലാണ് അവർ പ്രതികളായിട്ടുള്ളത്, ഏതൊക്കെ ക്രിമിനൽ കേസുകളാണ് പ്രതിയായിട്ടുള്ളത്, ഏതൊക്കെ എൻഫോഴ്സ്മെന്റ് കേസുകളിലാണ് അവർ പ്രതിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഗവൺമെന്റ് അവർക്കെതിരെ കേസ് എടുക്കാൻ നോട്ട് കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയുള്ള വിവരങ്ങളെല്ലാം നാളെ അറിയാം. അതുവരെ വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.